ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ. കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമോർത്താൽ എത്ര സ്തുതിച്ചാലും മതി വരുമോ? ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനേ ജീവിതം പോരാ. ലൈഫ് ഇൻ ലവ് ഓഫ് ഗോഡ് ഫെലോഷിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലൈഫ് ഇൻ ലവ് ഓഫ് ഗോഡ് ഫെലോഷിപ്പിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റായ ലൈഫ് ഇൻ ലവ് ഓഫ് ഗോഡ്.com ലോഞ്ച് ചെയ്തതിന് ശേഷം എടുക്കുന്ന ആദ്യത്തെ വീഡിയോ ആണിത്. ലൈഫ് ഇൻ ലവ് ഓഫ് ഗോഡ് ഫെലോഷിപ്പിൻ്റെ ഇൻട്രൊഡക്ഷനിലൂടെ എന്താണ് ലൈഫ് ഇൻ ലവ് ഓഫ് ഗോഡ് ഫെലോഷിപ്പ് എന്ന് നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. വ്യക്തിപരമായി ദൈവപിതാവിൻ്റെ സ്നേഹം അനുഭവിച്ച് അറിയുക, ആ സ്നേഹത്തിൽ, ആ സ്നേഹ പരിപാലനയിൽ ദൈവപിതാവിൻ്റെ കയ്യിലെ ഒരു കുഞ്ഞായി ദൈവാനുഭവത്തിൽ ജീവിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരുടെ കൂട്ടായ്മയാണ് ഇത്. ഈ അനുഭവത്തിലേക്ക് ലൈഫ് ഇൻ ലവ് ഓഫ് ഗോഡിൻ്റെ ശുശ്രൂഷയിലൂടെ കടന്നു വരാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയുന്നില്ലെങ്കിൽ ഈ ശുശ്രൂഷ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അപ്രസക്തമാണ്. നമ്മൾ ലൈഫ് ഇൻ ലവ് ഓഫ് ഗോഡ് ഫെലോഷിപ്പിൻ്റെ പ്രൈമറി സ്റ്റേജിൽ ലോകം മുഴുവൻ ചിതറിക്കിടക്കുന്ന സത്യാന്വേഷികളായ, ദൈവത്തെ അറിയണമെന്നും സത്യത്തെ തിരിച്ചറിയണമെന്നും ആഗ്രഹിക്കുന്ന എല്ലാ വ്യക്തികളെയും ലക്ഷ്യം വെച്ച് ഒരുക്കുന്ന ഈ വീഡിയോ പ്രോഗ്രാമിലൂടെ സത്യത്തെക്കുറിച്ച് ആഴത്തിൽ തിരിച്ചറിയുവാനും അത് ബുദ്ധിയിൽ തിരിച്ചറിഞ്ഞുകൊണ്ട് എന്നാൽ വിവേകത്തോടുകൂടി ജീവിക്കാൻ ശ്രമിച്ചുകൊണ്ട് ദൈവവചനത്തിൻ്റെ യാഥാർത്ഥ്യം അനുഭവിച്ചറിഞ്ഞുകൊണ്ട് സത്യത്തെ തിരിച്ചറിഞ്ഞ് ആ സത്യത്തിലൂടെ മുന്നേറുക എന്ന ലക്ഷ്യമാണ് ഈ വീഡിയോ പ്രോഗ്രാമിലൂടെ ലക്ഷ്യം വെക്കുന്നത്. നമ്മൾ ഓരോ ആഴ്ചയിലും വിവിധങ്ങളായ ദൈവവചന ഭാഗങ്ങൾ ധ്യാനിക്കുകയും തിരുസഭ നമ്മളെ പഠിപ്പിക്കുന്ന വിശുദ്ധ, അല്ലെങ്കിൽ തിരുസഭ നമുക്ക് തന്ന വിശുദ്ധ ബൈബിളിലൂടെ ഈശോയുടെ പ്രബോധനങ്ങളെ, ഈശോയെ തന്നെ ആഴത്തിൽ മനസ്സിലാക്കുകയും, ഈശോ പറയുകയാണ്, എന്നെ കാണുന്നവൻ എൻ്റെ പിതാവിനെ കാണുന്നു എന്ന ആ വചനത്തിൻ്റെ വെളിച്ചത്തിൽ ഈശോയെ കാണുവാനും ഈശോയെ കണ്ടുകൊണ്ട് ഈശോയുടെ വ്യക്തിത്വം അനുസരിച്ച് നമ്മുടെ ജീവിതത്തെ മാറ്റിക്കൊണ്ട് ദൈവപിതാവിനെ കാണുവാനും അനുഭവിക്കുവാനുമാണ് ഈ ശുശ്രൂഷയിൽ നമ്മൾ ശ്രമിക്കുന്നത്. ഇതിനായി നമ്മൾ ആത്യന്തികമായി ആദ്യമായി ചെയ്യേണ്ടത് ദൈവിക ജ്ഞാനത്തിൽ വളരുക എന്നതാണ്. ദൈവിക ജ്ഞാനത്തിൽ വളരുവാൻ നമ്മൾ ബുദ്ധിയിൽ ദൈവത്തിൻ്റെ വചനം മനസ്സിലാക്കുകയും ഈ വചനത്തിൻ്റെ വെളിച്ചത്തിൽ പിതാവായ ദൈവമേ, പുത്രനായ ദൈവമേ, പരിശുദ്ധാത്മാവായ ദൈവമേ, ആഴമേറിയ ദൈവിക ജ്ഞാനത്തിലേക്ക്, എൻ്റെ ബുദ്ധിക്കും അപ്പുറത്ത് നിലനിൽക്കുന്ന ദൈവിക രഹസ്യങ്ങളിലേക്ക് എന്നെ നയിക്കണമേ എന്ന് യഥാർത്ഥ എളിമയിലും ക്രിസ്തു നമുക്ക് തന്ന മാതൃകയിലുള്ള ശൂന്യവൽക്കരണത്തിലും പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തിൽ നിന്ന് കൃപ സ്വീകരിക്കുക എന്നത് മാത്രമാണ് നമുക്ക് ചെയ്യാനുള്ളത്. ആഴമേറിയ ദൈവിക ജ്ഞാനത്തിലേക്ക്, ആഴമേറിയ ദൈവാനുഭവത്തിലേക്ക്, പരിശുദ്ധാത്മ നിറവിലേക്ക് എല്ലാം നമ്മളെ നയിക്കേണ്ടത് ദൈവം മാത്രമാണ്. നമ്മുടെ പരിശ്രമങ്ങൾ കൊണ്ടൊന്നും ഇത് സാധ്യമല്ല. നമ്മളെ പരിശ്രമങ്ങൾ കണ്ടും അല്ലാതെയും
കാരണത്താലാണെങ്കിലും ദൈവം നമ്മളോട് അലിവ് കാണിച്ച് നമുക്ക് വെളിപ്പെടുത്തി തരുമ്പോൾ മാത്രമാണ് ഇത് നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയുക. ഇവിടെ നമ്മുടെ ഹൃദയപരമാർത്ഥം വചനം അനുസരിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ വചനത്തിൻ്റെ വെളിച്ചത്തിൽ ദൈവസ്നേഹം അനുഭവിച്ചറിയുവാൻ നമുക്കുണ്ടായിരിക്കേണ്ട ഗുണം എന്ത് എന്ന് നമ്മൾ ധ്യാനിക്കുമ്പോൾ നമുക്കുണ്ടായിരിക്കേണ്ട ഒരേ ഒരു ഗുണം, നമ്മൾ പാപിയാണെന്നോ നമ്മൾ ഒത്തിരി കുറവുകളും ബലഹീനതകളുള്ള വ്യക്തിയാണെന്നോ അല്ലെങ്കിൽ നമ്മൾ ജനിച്ചു വീണത് വളരെ പാപകരമായ അവസ്ഥയിലും കുടുംബ സാഹചര്യമാണെന്നോ ഒന്നും പ്രസക്തമല്ല. ക്രിസ്തുവിനെ അറിയണമെന്നും ക്രിസ്തുവിനെ അറിഞ്ഞ് ദൈവപിതാവിനെ അനുഭവിച്ചറിയണമെന്നും ആഗ്രഹിക്കുന്ന സത്യസന്ധവും ഹൃദയപരമാർത്ഥതയുമുള്ള ഒരു മനസ്സും ആഗ്രഹവും മാത്രം മതി ദൈവപിതാവിൻ്റെ പൂർണ്ണതയിലേക്ക് നമുക്ക് വളരാൻ. നമുക്ക് ഏതാനും വചനങ്ങളിലൂടെ ഈ ശുശ്രൂഷയിൽ നമുക്ക് ധ്യാനിക്കാം. അതിനു മുമ്പ് നമുക്ക് പ്രാർത്ഥിക്കാം. തുടർച്ചയായി ഈ ശുശ്രൂഷയിൽ പങ്കുവെക്കപ്പെടുന്ന വചനം നമ്മൾ കേൾക്കുമ്പോൾ നമ്മളെ പരിശുദ്ധാത്മാവ് ആഴമേറിയ ദൈവിക ജ്ഞാനത്തിലേക്ക് നമ്മളെ നയിക്കും. എന്താണ് ക്രിസ്തുവിൻ്റെ പ്രബോധനം, തിരുസഭ നമ്മളെ പഠിപ്പിക്കുന്ന ദൈവിക ജ്ഞാനം എന്ത് എന്ന് ബുദ്ധിയിൽ നമുക്ക് മനസ്സിലാവും. ബുദ്ധിയിൽ മനസ്സിലാക്കുന്ന ജ്ഞാനത്തോട് നമ്മുടെ പരിമിതമായ കഴിവിൽ നിന്നുകൊണ്ട് കഴിയുന്നത്ര നീതി പുലർത്താൻ നമ്മൾ ശ്രമിക്കുമ്പോൾ അതിസ്വാഭാവികമായി പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ ഇടപെടുകയും നമ്മളെ വലിയ ദൈവാനുഭവത്തിലേക്ക് ദൈവിക ജ്ഞാനത്തിലേക്ക് ഉയർത്തുകയും ചെയ്യും. ഈ വളർച്ച ദൈവത്തിന് മാത്രം സാധിക്കുന്ന ഒന്നാണ്. നമ്മളെ വളർത്തുവാൻ ദൈവത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. നമ്മുടെ ഭാഗത്തുനിന്ന് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് വളരെ കുറഞ്ഞ കാര്യങ്ങളാണ്, വളരെ പരിമിതമായ കാര്യങ്ങളാണ്. എന്നാൽ ഈ പരിമിതമായ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ നമ്മളുടെ യഥാർത്ഥ ഹൃദയ പരമാർത്ഥതയാണ് നമ്മൾ ദൈവത്തിന് മുമ്പിൽ പ്രദർശിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ദൈവം കാണുന്നത്. ആ ഹൃദയ പരമാർത്ഥതയെ പ്രതി ദൈവം നമ്മൾ അർഹിക്കാത്ത, നമ്മൾക്കൊരിക്കലും യാതൊന്നും നൽകി ചോദിച്ചു വാങ്ങാൻ കഴിയാത്ത അനന്തമായ ദൈവസ്നേഹത്തിൻ്റെ അനുഭവം, രക്ഷയുടെ അനുഭവം, സമാധാനവും ശാന്തിയും സന്തോഷവും നൽകുന്ന പരിശുദ്ധാത്മാവിൻ്റെ അനുഭവം ദൈവം നമ്മളിലേക്ക് വർഷിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനും സ്നേഹനിധിയുമായ കർത്താവേ, ഞങ്ങൾ പാപികളാണ്, ഒത്തിരി കുറവുകളുള്ളവരാണ്. ഞങ്ങൾ അറിയുന്ന ദൈവിക ജ്ഞാനം പോലും വേണ്ടത്ര ആത്മാർത്ഥതയോടെ ജീവിക്കാൻ ശ്രമിക്കുന്നവരല്ല, കഴിയുന്നവരുമല്ല. ദൈവമേ, ഞങ്ങളോട് കരുണയായിരിക്കണമേ. ഏതൊരപ്പനും തൻ്റെ ഏറ്റവും നിസാരനായ മകനെ പോലും സ്നേഹിക്കുന്നത് പോലെ അങ്ങ് ഞങ്ങളെ ആഴത്തിൽ സ്നേഹിക്കുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു. പിതാവായ ദൈവമേ, എൻ്റെ വ്യക്തിത്വത്തെയും ഞാനുമായി ബന്ധമുള്ള എല്ലാ വ്യക്തികളെയും അങ്ങ് ആഗ്രഹിക്കുന്ന പൂർണ്ണതയിൽ വളർത്തണമേ. അങ്ങ് എനിക്ക് ജന്മം നൽകിയപ്പോൾ തന്നെ അങ്ങയുടെ മനസ്സിൽ എന്നെക്കുറിച്ച് മനോഹരമായൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതി അനുസരിച്ച് ഞാൻ ജീവിക്കുവാനും വളരുവാനുമുള്ള കൃപ എനിക്ക് തരണമേ. അങ്ങനെ അങ്ങയുടെ കണ്ണുകൾക്ക് ഏറ്റവും സന്തോഷം നൽകുന്ന അങ്ങയുടെ ഒരു മനോഹര സൃഷ്ടിയായി ഞാനുമായി ആത്മാവിൽ ബന്ധമുള്ള എല്ലാ മനുഷ്യരും മാറുവാൻ അങ്ങ് ഇടവരുത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നമുക്കേതാനും വചനങ്ങളിലൂടെ നമ്മൾ ഇന്ന് ധ്യാനിച്ച വിഷയങ്ങളിലേക്ക് കടന്നു പോകാം. കൊളോസ്സുകാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 8 മുതലുള്ള വാക്യങ്ങളാണ് നമ്മളിപ്പോൾ വായിക്കുന്നത്. ക്രിസ്തുവിന് യോജിക്കാത്തതും പ്രപഞ്ചത്തിൻ്റെ മൂലഭൂതങ്ങൾക്കും മാനുഷിക പാരമ്പര്യത്തിനും മാത്രം ചേർന്നതുമായ വ്യർത്ഥ പ്രലോഭനത്തിൽ നിന്നും തത്വചിന്തയ്ക്കും ആരും നിങ്ങളെ ഇരയാക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. ദൈവത്തിൻ്റെ പരിപൂർണത മുഴുവൻ അവനിൽ മൂർത്തിഭവിച്ചിരിക്കുന്നു. മാനുഷിക പാരമ്പര്യങ്ങൾക്കും ക്രിസ്തുവിൽ നിന്നല്ലാത്ത മനുഷ്യൻ്റെ തത്വചിന്തയിലും ഭൗതികമായ യുക്തിചിന്തയിൽ നിന്നുമൊക്കെ ഉരുത്തിരിഞ്ഞു വന്ന എല്ലാ ജ്ഞാനത്തിൽ നിന്നും നമ്മൾ അകന്നിരിക്കണമെന്നാണ് ഈശോ നമ്മൾക്ക് ബോധ്യം തരുന്നത്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. എല്ലാ നമ്മളുടെ ജ്ഞാനവും ക്രിസ്തു കേന്ദ്രീകൃതമായിരിക്കണം. അവനിലാണ് എല്ലാ ജ്ഞാനവും കേന്ദ്രീകരിച്ചിരിക്കുന്നത്, പൂർത്തീകരിക്കുന്നത് എന്നാണ് ഈ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്.
അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, യേശുക്രിസ്തുവിൽ കേന്ദ്രീകൃതമല്ലാത്ത എല്ലാ തത്വചിന്തയിൽ നിന്നും പ്രലോഭനങ്ങളിൽ നിന്നും നമ്മൾ അകന്നിരിക്കാൻ ശ്രദ്ധിക്കുകയും വേണം. ഇതിനു മുമ്പുള്ള നിരവധി ശുശ്രൂഷകൾ നമ്മൾ ധ്യാനിച്ചു. സത്യത്തെ നമുക്ക് യുക്തി കൊണ്ട് മനസ്സിലാക്കുക വളരെയേറെ ബുദ്ധിമുട്ടാണ്. സത്യത്തെ നമുക്ക് അനുഭവിച്ചറിയുക മാത്രമേ സാധിക്കുകയുള്ളൂ. നമ്മുടെ ബുദ്ധിയുടെ പരിമിതിയെ നമ്മൾ വ്യക്തമായി അറിഞ്ഞിരിക്കണം എന്ന് നമ്മൾ പ്രത്യേകം ധ്യാനിക്കുകയും മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. കാരണം അനുഭവത്തിലൂടെ മാത്രമേ സത്യത്തെ നമുക്ക് തിരിച്ചറിയാൻ കഴിയൂ. നമ്മളുടെ ബുദ്ധിയെയും ചിന്തയെയും സ്ഥലത്തെയും സമയത്തെയും സൃഷ്ടപ്രപഞ്ചത്തെയും മുഴുവൻ സൃഷ്ടിച്ച പിതാവാകുന്ന ദൈവമാകുന്ന സത്യത്തെ കേവലം വളരെ പരിമിതമായ നമ്മളുടെ ബുദ്ധി കൊണ്ട് നമ്മൾ തിരിച്ചറിയാൻ ശ്രമിക്കുന്നത് അവിവേകമായിരിക്കും എന്ന് നമ്മൾ അംഗീകരിക്കണം. പിന്നെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത് പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം വ്യക്തി ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും അനുഭവിച്ചറിഞ്ഞുകൊണ്ട് പിതാവായ ദൈവം ഒരു യാഥാർത്ഥ്യമാണ്, യാഥാർത്ഥ്യമായ പിതാവ് നിലനിൽക്കുന്നു എന്ന് തിരിച്ചറിയുക മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. ഇത് തിരിച്ചറിയാൻ നമ്മൾ ഏതെല്ലാം യുക്തിചിന്തയിലൂടെ കടന്നു പോകുന്നതിനേക്കാൾ എളുപ്പം യേശുക്രിസ്തുവിലൂടെ തിരുസഭ നമ്മൾക്ക് തരുന്ന വിശുദ്ധ ബൈബിളിലെ ജ്ഞാനത്തിലൂടെ നമ്മൾ കടന്നു പോവുക എന്നത് മാത്രമാണ്. പക്ഷെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ പോലും വിശുദ്ധ ബൈബിളിനെ നമ്മൾ തെറ്റായ രീതിയിൽ വിശകലനം ചെയ്യാനും മനസ്സിലാക്കാനും ഇടയുണ്ട്. ബൈബിളിൽ തന്നെ ഇതിന് വ്യക്തമായ സൂചനകൾ നമുക്ക് തരുന്നുണ്ട്. തിരുസഭയോട് ചേർന്ന് വേണം നമ്മൾ ഇത് മനസ്സിലാക്കാൻ. ഇതിനെക്കുറിച്ച് നമ്മൾ പിന്നീട് ധ്യാനിക്കുന്നതാണ്. വചനം എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് നമ്മൾ ധ്യാനിക്കേണ്ടതാണ്. ഓരോ ദിവസവും പങ്കുവെക്കുന്ന വചനം നമ്മൾ പഠിക്കുക, അതിനെക്കുറിച്ച് ധ്യാനിക്കുക. അതിലൂടെ വചനത്തിൽ ഒരാഴമേറിയ അവബോധം നമ്മൾക്കുണ്ടാകുക എന്നതാണ് ഈ ശുശ്രൂഷയിലൂടെ ലക്ഷ്യം വെക്കുന്നത്. ദൈവത്തിൻ്റെ പൂർണ്ണത മുഴുവൻ അവനിൽ പൂർത്തീകരിച്ചിരിക്കുന്നു. എല്ലാ ദൈവത്തെക്കുറിച്ചുള്ള എല്ലാ അറിവും, ദൈവത്തെക്കുറിച്ചുള്ള എല്ലാ അനുഭവവും ദൈവാത്മാവും പരിപൂർണമായി മനുഷ്യനായി അവതരിച്ച യേശുക്രിസ്തുവിൽ പൂർത്തീകരിച്ചിരിക്കുന്നു എന്നാണ് ഈ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. ഇനി അടുത്ത വചനം നമുക്ക് വായിക്കാം. പഴയ മനുഷ്യനെ അവൻ്റെ ചെയ്തോളോടുകൂടെ നിഷ്കാസനം ചെയ്യുവൻ, സമ്പൂർണ്ണ ജ്ഞാനം കൊണ്ട് സൃഷ്ടാവിൻ്റെ പ്രതിച്ഛായക്കനുസൃതമായ നവീകരിക്കപ്പെടുന്ന പുതിയ മനുഷ്യനെ ധരിക്കുവൻ. കൊളോസ്യോസുകാർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 9 മുതലുള്ള വാക്യങ്ങളാണ്. പഴയ മനുഷ്യനെ അവൻ്റെ ചെയ്തോളോടുകൂടെ നിഷ്കാസനം ചെയ്യുക. അപ്പം നമ്മൾ മുകളിൽ കണ്ട വചനത്തിൽ നമ്മൾ കണ്ടിരുന്നു, നമ്മൾ ആദ്യം ധ്യാനിച്ച വചനത്തിൽ നമ്മൾ കണ്ടിരുന്നു, ക്രിസ്തുവിന് യോജിക്കാത്തതും പ്രപഞ്ചത്തിൻ്റെ മൂലഭൂതങ്ങൾക്കും മാനുഷിക പാരമ്പര്യത്തിനും മാത്രം ചേർന്നതുമായ വർത്തപ്രലോഭനങ്ങൾ എന്ന് പറഞ്ഞാൽ ദൈവവചനത്തിന് നിരക്കാത്ത അല്ലെങ്കിൽ ദൈവീക ജ്ഞാനത്തിന് നിരക്കാത്ത നിരവധി കാഴ്ചപ്പാടുകളും ചിന്തകളും അതനുസരിച്ചുള്ള ജീവിത രീതികളും നമ്മൾക്കുണ്ട്. ഇതെല്ലാം നമ്മൾ ഉപേക്ഷിച്ച് നമ്മൾ ജീവിതത്തെക്കുറിച്ചുള്ള നമ്മുടെ എല്ലാ കാഴ്ചപ്പാടുകളെയും അടിപൊളി മാറ്റി ഉപേക്ഷിച്ച് ക്രിസ്തുവിൻ്റെ കാഴ്ചപ്പാട് നമ്മൾ സ്വീകരിക്കണം എന്നാണ് ഈ വചനം നമ്മളോട് പറയുന്നത്. പഴയ മനുഷ്യൻ്റെ എല്ലാ ചെയ്തികളും കൊണ്ട് നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളുടെയും പിന്നിൽ നമ്മളുടേതായ ഒരു കാഴ്ചപ്പാടുണ്ട്. ഈ കാഴ്ചപ്പാടുകളെ എല്ലാം നമ്മൾ ഉപേക്ഷിച്ച്, നമ്മൾ പ്രവർത്തിക്കുന്ന എല്ലാ പ്രവൃത്തികളെയും ഉപേക്ഷിച്ച്, നമ്മൾ അതിനെക്കുറിച്ച് ആഴത്തിൽ ധ്യാനിക്കുകയാണെങ്കിൽ നമ്മളൊരു വിനോദത്തിൽ ഏർപ്പെടുമ്പോൾ പോലും ആ വിനോദത്തിലൂടെ നമുക്ക് സന്തോഷം കിട്ടുമെന്നും ഈ സന്തോഷം നമുക്ക് സമാധാനം തരുന്നുമൊക്കെയുള്ള ഈ ലോകത്തിൻ്റെതായ ഒരു കാഴ്ചപ്പാടുകൾ നമുക്കുണ്ടാകും. ഒരു കാഴ്ചപ്പാടില്ലാതെ നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രവൃത്തിയും നമുക്ക് ചെയ്യാൻ കഴിയില്ല. എല്ലാ പ്രവൃത്തിക്ക് മുന്നിലും ഒരു ലക്ഷ്യമുണ്ട്. ഈ ലക്ഷ്യത്തെ പിന്താങ്ങുന്ന ഒരു കാഴ്ചപ്പാടിൻ്റെ ഒരു ശൃംഖലയുമുണ്ട്. എന്നാൽ ഇതെല്ലാം ഉപേക്ഷിച്ച് ക്രിസ്തുവാകുന്ന കാഴ്ചപ്പാട്, ക്രിസ്തുവിലൂടെ പങ്കുവെക്കപ്പെടുന്ന ദൈവപിതാവിൻ്റെ ജ്ഞാനമാകുന്ന കാഴ്ചപ്പാട് നമ്മൾ സ്വീകരിക്കണം. അങ്ങനെ സ്വീകരിച്ച് സമ്പൂർണ്ണ ജ്ഞാനം കൊണ്ട് സൃഷ്ടാവിൻ്റെ പ്രതിച്ഛായക്ക് അനുസൃതമായ നവീകരിക്കപ്പെടുന്ന പുതിയ മനുഷ്യനെ ധരിക്കും. സമ്പൂർണ്ണ ജ്ഞാനം കൊണ്ട്. അപ്പം നമ്മളിൽ തെറ്റായ ജ്ഞാനം നിലനിൽക്കുന്നു, പല മേഖലകളിൽ തെറ്റായ ജ്ഞാനം നിലനിൽക്കുന്നു. കുറേയൊക്കെ ഏതെങ്കിലും ജ്ഞാനത്തിൻ്റെ ഒക്കെ ശരിയായ വശങ്ങൾ നമ്മൾ നിലനിൽക്കുക പോലും ഈ ലോകത്തിൻ്റെതായ ഒരു സമഗ്രമായ അർത്ഥത്തിൽ
തീർത്തും തെറ്റായ ജ്ഞാനവും കാഴ്ചപ്പാടും നിലനിൽക്കുമ്പോൾ ഇതെല്ലാം ഉപേക്ഷിച്ച് പിതാവിൻ്റെ സമ്പൂർണ്ണ സത്യമായ ദൈവത്തിൻ്റെ ജ്ഞാനത്തെ നമ്മൾ സ്വീകരിച്ച് ഒരു നവീകരിക്കപ്പെട്ട അല്ലെങ്കിൽ ഈ ജ്ഞാനത്തിൻ്റെ വെളിച്ചത്തിൽ ഒരു പുതിയ ജീവിതക്രമവും ഒരു പുതിയ ജീവിത രീതിയും ഒരു പുതിയ കാഴ്ചപ്പാടുമുള്ള ഒരു പുതിയ മനുഷ്യനായി അല്ലെങ്കിൽ പുതിയ രീതിയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനായി നമ്മൾ മാറണമെന്നാണ് ഈ വചനഭാഗത്ത് പരിശുദ്ധാത്മാവ് നമ്മളെ ഉദ്ഘോഷിപ്പിക്കുന്നത്. ഇനി നമ്മൾ ധ്യാനിക്കുന്നത് ഈ പുതിയ മനുഷ്യന്റെ അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ സമ്പൂർണ്ണ ജ്ഞാനത്തിൽ, ദൈവപിതാവിന്റെ സമ്പൂർണ്ണ ജ്ഞാനത്തിൽ പുതിയതാക്കപ്പെട്ട ആ മനുഷ്യന്റെ സ്വഭാവത്തെക്കുറിച്ചാണ്. ബൈബിളിൽ നിരവധി സ്ഥലങ്ങളിൽ പറയുന്നത് ഇത് തന്നെയാണ്. വിശുദ്ധ ബൈബിളിലൂടെ നമ്മൾ എങ്ങനെ ജീവിക്കണം എന്ന് ഈശോ പറയുമ്പോൾ ഈ പുതിയ മനുഷ്യനെ കുറിച്ച് തന്നെയാണ് നമ്മൾ പറയുന്നത്. നമ്മൾ ബുദ്ധിയിൽ വളരെ വ്യക്തമായി ഈ പുതിയ മനുഷ്യനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. ഈ പുതിയ മനുഷ്യനെ കുറിച്ച് മനസ്സിലാക്കി നമ്മളിലെ പഴയ മനുഷ്യനെയും പുതിയ മനുഷ്യനെയും തമ്മിൽ നമ്മൾ താരതമ്യം ചെയ്ത് നമ്മളിലെ പഴയ മനുഷ്യന്റെ എല്ലാ പ്രവർത്തികളെയും നമ്മൾ ദൈവത്തിന്റെ കൃപയാൽ ഘട്ടം ഘട്ടമായി നീക്കി ഒരു സമ്പൂർണമായ ദൈവത്തിന്റെ അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ വ്യക്തിത്വമുള്ള ഒരു വ്യക്തിയായി നമ്മൾ മാറണം. ഇതാണ് നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിന്റെ ലക്ഷ്യം. ഈ ലക്ഷ്യത്തിലേക്ക് നമ്മൾ കടക്കാൻ തുടങ്ങുമ്പോൾ തന്നെ എപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ലക്ഷ്യത്തോടെ ജീവിക്കാൻ തുടങ്ങുന്നു ആ നിമിഷം തൊട്ട് ദൈവപിതാവിന്റെ സ്നേഹം പ്രകടമായി നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് നമ്മൾ തിരിച്ചറിയാൻ തുടങ്ങും. ഈ വചനഭാഗം നമ്മൾ വായിക്കാൻ പോകുന്ന വചനഭാഗം കൊളോസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 12 മുതലുള്ള വാക്യങ്ങളാണ്. അതിനാൽ ദൈവത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ടവരും വാത്സല്യഭാജനങ്ങളും പരിശുദ്ധരും എന്ന നിലയിൽ നിങ്ങൾ കാരുണ്യം, ദയ, വിനയം, സൗമ്യത, ക്ഷമ എന്നിവ ധരിക്കുവിൻ. ദൈവത്തിന്റെ ജ്ഞാനത്താൽ നിറഞ്ഞ പുതിയ മനുഷ്യന്റെ സ്വഭാവങ്ങളാണ് നമ്മളിവിടെ ധ്യാനിക്കുന്നത്. വളരെ ലളിതമായി പറഞ്ഞാൽ അവൻ കാരുണ്യമുള്ള ഉണ്ടാകും, അവൻ ദയാശീലനായിരിക്കും, സൗമ്യത, ക്ഷമ എന്നിവ അവനുണ്ടായിരിക്കും. ഒരാൾക്ക് മറ്റൊരാളോട് പരിഭവം ഉണ്ടായാൽ പരസ്പരം ക്ഷമിച്ച് സഹിഷ്ണുതയോടെ വർത്തിക്കും. കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ തന്നെ നിങ്ങളും ക്ഷമിക്കണം. സർവോപരി എല്ലാറ്റിനെയും കൂട്ടിയിണക്കുന്ന പരിപൂർണ ഐക്യത്തിൽ ബന്ധിക്കുന്ന സ്നേഹം പരിശീലിക്കുന്നു. വളരെ വ്യക്തമാണ്. ക്രിസ്തുവിന്റെ വ്യക്തിത്വത്തെക്കുറിച്ച് ഏറ്റവും പരമപ്രധാനമായി നമ്മൾ ധ്യാനിച്ചത് ക്രിസ്തു സമ്പൂർണ്ണ സ്നേഹമാണ്. ഓരോ ക്രിസ്ത്യാനിയും സമ്പൂർണ്ണ സ്നേഹമായി തീരണം. സമ്പൂർണമായി സ്നേഹമായി തീരാൻ നമ്മൾക്കുണ്ടായിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം എല്ലാവരോടും ക്ഷമിക്കുക, എല്ലാത്തിനോടും ക്ഷമിക്കുക. അല്ലെങ്കിൽ നമ്മളിൽ നഷ്ടപ്പെട്ടു പോയ വെറുപ്പിന്റെ മേഖലയെല്ലാം ഉപേക്ഷിച്ച് വീണ്ടും സ്നേഹത്തിലേക്ക് കടന്നു വരിക. അതിൻ്റെ ആദ്യത്തെ പടിയാണ് എല്ലാവരോടും ക്ഷമിക്കുക. ക്ഷമയെക്കുറിച്ചുള്ള വചനഭാഗങ്ങളിൽ നമ്മൾ ധ്യാനിച്ചതാണ്. നിങ്ങൾ വീണ്ടും വീണ്ടും അതിലൊത്ത് കൂടുതൽ അതിനെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമുക്ക് അതിനെക്കുറിച്ച് വ്യക്തത തരും. ഒരു വ്യക്തിയുടെ ഏറ്റവും പരമപ്രധാനമായ അല്ലെങ്കിൽ സത്യത്തെ അന്വേഷിക്കുന്ന ദൈവപിതാവിന്റെ സ്നേഹത്തിലേക്ക് വളരാൻ ഒരു വ്യക്തിക്കുണ്ടായിരിക്കുന്ന ഒന്നാമത്തെ ക്വാളിറ്റി, ഒന്നാമത്തെ ഗുണം എന്ന് പറയുന്നത് കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ തന്നെ നിങ്ങളും ക്ഷമിക്കണം. അല്ലെങ്കിൽ പിതാവ് ഈശോ നമുക്ക് കാണിച്ചിരുന്ന മാതൃക നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാണിക്കണം. ഈശോ നമ്മളോട് ക്ഷമിച്ചതുപോലെ നമ്മളെല്ലാവരോടും ക്ഷമിക്കണം എന്നാണ്. അല്ലെങ്കിൽ ആദവും ഹവ്വയും പാപം ചെയ്തതിലൂടെ നമ്മുടെ തലമുറകളിലൂടെ നമ്മളിലേക്ക് കടന്നു വന്ന സകല പാപകരമായ അവസ്ഥയെയും ദൈവനിഷേധത്തെയും നമ്മളിലെ അഹങ്കാരത്തെയും നമ്മളിലെ എല്ലാ കുറവുകളെയും നിരുപാധികം ഈശോ ക്ഷമിച്ച് നമ്മൾ ഈശോയിലേക്ക് തിരിയുന്ന നിമിഷം തന്നെ പരിശുദ്ധാത്മാവിനെ രക്ഷ നമുക്ക് തന്നുകൊണ്ട് ദൈവസ്നേഹ അനുഭവത്തിലേക്ക് നമ്മളെ ക്ഷണിക്കുകയും നമ്മളെ വളർത്തുകയും ചെയ്യുന്ന ആ പിതാവിൻ്റെ നമ്മളോടുള്ള ക്ഷമയുടെ വ്യക്തിത്വം അല്ലെങ്കിൽ ഈശോയുടെ നമ്മളോടുള്ള ക്ഷമയുടെ കാരുണ്യത്തിന്റെ സ്വഭാവം നമ്മൾ സ്വീകരിക്കണമെന്നാണ് ഈ വചനത്തിലൂടെ നമ്മളോട് പറയുന്നത്. ആത്യന്തികമായി ഇതിൻ്റെ എല്ലാം പ്രാഥമികമായ ലക്ഷ്യം എല്ലാറ്റിനെയും കൂടി എടുക്കുന്ന പരിപൂർണമായ ഐക്യത്തിൽ ബന്ധിക്കുന്ന സ്നേഹം പരിശോധന. സ്നേഹമാണ് എല്ലാത്തിൻ്റെയും ആധാരം. ക്രിസ്തു സ്നേഹമായിരുന്നതുപോലെ നമ്മളും സ്നേഹമായി തീരുവാനാണ് ഈശോ നമ്മളെ ആഹ്വാനം ചെയ്യുന്നത്. ഈ ഒരു ബോധ്യത്തിൽ നിന്നുകൊണ്ടായിരിക്കണം ഒരു വ്യക്തി ക്രിസ്തുവിനെ പിന്തുടർന്ന് ഒരു വ്യക്തി ക്രിസ്ത്യാനിയായി തീരുന്നത്. ഈ ലക്ഷ്യം വ്യക്തമായി നമ്മുടെ ബോധ്യമുണ്ടായിരിക്കണം. സ്നേഹത്തിനും വിരുദ്ധമായി നമ്മുടെ ചിന്തയിലും നമ്മുടെ മനസ്സിലും നമ്മുടെ പ്രവൃത്തിയിലും ഒക്കെ കടന്നു വരുന്ന എല്ലാ കാര്യങ്ങളും ക്രിസ്തുവിൻ്റെ ജ്ഞാനത്തിന് വിരുദ്ധമാണ്, ദൈവിക ജ്ഞാനത്തിന് വിരുദ്ധമാണ് എന്ന് നമുക്ക് തിരിച്ചറിയാം. നമ്മൾ ഈ വായിച്ച 3 വചനങ്ങളും കൊളോസ്യരുടെ ലേഖനത്തിൽ നിന്ന് തന്നെയാണ്. ആദ്യത്തെ വചനം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നമ്മളുടെ എല്ലാ ഭൗതിക കാഴ്ചപ്പാടുകളെയും നമ്മൾ മാറ്റി നിർത്തി ദൈവിക ജ്ഞാനത്തിൽ
നമ്മൾ വളരണം എന്ന് ഈശോ പറയുന്നു. ദൈവിക ജ്ഞാനത്തിൽ നമ്മൾ എങ്ങനെയാണ് ഭൗതികമായി ജീവിക്കേണ്ടതെന്നും നമ്മുടെ ഭൗതിക ജീവിതം തന്നെ എങ്ങനെ ആയിരിക്കണം എന്നൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ദൈവിക ജ്ഞാനം മാത്രം മതി നമുക്ക് സന്തോഷത്തോടും സമാധാനത്തോടും കൂടി ഈ ലോകത്തിൽ ജീവിക്കുവാൻ. ദൈവിക ജ്ഞാനത്തിൽ നമ്മളുടെ ജീവിതത്തിന് ആവശ്യമായ എല്ലാ കാര്യങ്ങളും അടങ്ങിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ ചിലപ്പം ചിന്തിക്കാം, ഭൗതികമായ ജ്ഞാനമില്ലാതെ എങ്ങനെ ഭൗതികമായി നമ്മൾ ജീവിക്കും? ദൈവിക ജ്ഞാനം എന്ന് പറയുന്നത് വെറും ആധ്യാത്മിക തലത്തിൽ മാത്രമല്ല, ഒരു വ്യക്തിയുടെ എല്ലാ കാര്യങ്ങളിലും, ഒരു സമൂഹത്തിൻ്റെ, ഈ പ്രപഞ്ചത്തിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും ആവശ്യമായ ജ്ഞാനം ദൈവിക ജ്ഞാനത്തിൽ അടങ്ങിയിരിക്കുന്നു, അല്ലെങ്കിൽ ദൈവത്തിൽ അടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ മറ്റൊന്നിനെക്കുറിച്ചും നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ദൈവിക ജ്ഞാനത്തിൽ വളരാൻ ശ്രമിക്കുക എന്നത് മാത്രമാണ് നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് ഉള്ളത്. അപ്പോൾ നമുക്ക് ഭൗതികമായി വേണ്ട ജ്ഞാനവും നമ്മൾ ഭൗതികമായി ചെയ്യേണ്ട പ്രവർത്തികൾ പോലും എങ്ങനെയാണെന്ന് പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കും. ഈ ജ്ഞാനത്തിന്റെ വെളിച്ചത്തിൽ നമ്മൾ പുതിയ മനുഷ്യനായി, രണ്ടാമത് നമ്മൾ കണ്ടു, പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് ഒരു പുതിയ മനുഷ്യനായി നമ്മൾ മാറാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുകയാണ്. ഈ ശ്രമമൊക്കെ നമ്മളുടെ കഴിവുകൊണ്ട് സാധിക്കും എന്ന് നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത്. ഇനി മറ്റേതെങ്കിലും ഒരു വ്യക്തി ആത്മീയനാണെന്ന് പറയുകയും എന്നാൽ അങ്ങനെ ജീവിക്കാതെ അവൻ ജീവിക്കാൻ സാധിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ അവനെ വിധിക്കുകയും ചെയ്യരുത്. ദൈവത്തിന്റെ കൃപയാൽ മാത്രം സാധിക്കുന്ന ഒന്നാണിത്. നമ്മളുടെ വ്യക്തി ജീവിതത്തിൽ നമുക്ക് അതിനുവേണ്ടി പരിശ്രമിക്കാം, ദൈവത്തോട് പ്രാർത്ഥിക്കാം, ദൈവം മുമ്പിൽ യാചനയോടെ ആയിരിക്കുകയും ചെയ്യാം. മൂന്നാമത്തെ വചനത്തിൽ നമ്മൾ കണ്ടു, കൊളോസ്യർക്ക് എഴുതിയ ലേഖനം തന്നെയാണ്. എന്താണ് ക്രിസ്തുവിന്റെ വ്യക്തിത്വം? ഇത് സമ്പൂർണ്ണ സ്നേഹമാണ് ക്രിസ്തുവിന്റെ വ്യക്തിത്വം. സമ്പൂർണമായി ക്ഷമിക്കുന്ന വ്യക്തിത്വമാണ്, സകലരോടും സകലതിനോടും ക്ഷമിക്കുന്ന ഒരു വ്യക്തിത്വമാണ് ക്രിസ്തുവിന്റെ വ്യക്തിത്വം. അപ്പോൾ ക്ഷമിക്കാൻ നമുക്ക് കഴിയണമെന്നില്ല, കാരണം ദൈവത്തിന്റെ കൃപയാൽ മാത്രമേ പരിപൂർണമായി ക്ഷമിക്കാൻ കഴിയുള്ളൂ. ക്ഷമിക്കും എന്ന് കരുതിയാൽ പോലും പലപ്പോഴും നമ്മൾ ക്ഷമിച്ചിട്ടുണ്ടാകില്ല. അപ്പോൾ അവിടെയെല്ലാം ദൈവത്തിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ വെളിച്ചവും ദൈവിക ജ്ഞാനവും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജീവിക്കാൻ കഴിയുള്ളൂ. പക്ഷേ നമ്മുടെ ബുദ്ധിയിൽ നമ്മൾ പൂർണ്ണമായും ഈ പങ്കുവെക്കപ്പെടുന്ന ജ്ഞാനം സത്യമാണെന്ന് നമ്മൾ അംഗീകരിക്കുകയും ഈ സത്യത്തിലേക്ക് വളർത്തണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യണം. നമ്മളുടെ പ്രാർത്ഥനയിലൂടെയാണ് നമ്മൾ ആധ്യാത്മികമായി വളരുന്നത്. പക്ഷെ നമ്മൾ എന്ത് പ്രാർത്ഥിക്കുന്നു എന്നുള്ളതാണ് പ്രധാനം. നമ്മൾ ഓരോ പ്രാർത്ഥനയിലും എത്രത്തോളം സമഗ്രമായി നമ്മൾ ആ പ്രാർത്ഥനയ്ക്ക് മൂല്യം നൽകുന്നു അല്ലെങ്കിൽ അർത്ഥം നൽകുന്നു, അതിനനുസരിച്ചാണ് ദൈവം നമുക്ക് കൃപ തരുന്നത്. ഒരു എക്സാമ്പിൾ വളരെ ലളിതമായി പറഞ്ഞാൽ, ഞാൻ ഒരാളോട് പോയി 100 രൂപ ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ നമുക്ക് 1000 രൂപ തരാനുള്ള സാധ്യത വളരെ കുറവാണ്. അതേസമയത്ത് 1000 രൂപയാണ് ചോദിക്കുന്നതെങ്കിൽ 1000 രൂപ തരും. അപ്പം നമ്മൾ ഓരോ പ്രാർത്ഥനയ്ക്ക് എന്താണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് അതാണ് ദൈവം നമുക്ക് തരാൻ ആഗ്രഹിക്കുന്നത്. ദൈവത്തിന്റെ കുഴപ്പമല്ല. ദൈവം ഇനി കൂടുതൽ തരണമെന്ന് വിചാരിച്ചാലും അത് സ്വീകരിക്കാൻ നമുക്ക് ആകില്ല. കാരണം ക്രിസ്തുവിന്റെ വ്യക്തിത്വത്തെക്കുറിച്ച് എനിക്ക് വളരെ പരിമിതമായ അറിവുകളെ ഉള്ളെങ്കിൽ യേശുവെ എന്നെ വിശുദ്ധനാക്കണം, അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ വ്യക്തിത്വത്തിലേക്ക് എന്നെ മാറ്റണമേ എന്ന് ഞാൻ ആഗ്രഹിക്കുമ്പോൾ ആ എൻ്റെ അറിവിൻ്റെ ഉള്ളിൽ നിലനിൽക്കുന്ന കൃപകൾ മാത്രമേ ദൈവത്തിന് നമുക്ക് തരാൻ കഴിയൂ. ഇനി അതിൽ കൂടുതൽ ദൈവം തന്നാലും അത് നമ്മൾ സ്വീകരിക്കത്തില്ല, അല്ലെങ്കിൽ നമ്മൾ ബുദ്ധി കൊണ്ട് അതിനെ നമ്മൾ അംഗീകരിക്കത്തില്ല. കാരണം നമുക്ക് ആ ജ്ഞാനമില്ല. അതുകൊണ്ട് ആ ബുദ്ധിപരമായും ആന്തരികമായും പരിശുദ്ധാത്മാവിന്റെ കൃപയാൽ ക്രിസ്തുവിന്റെ വ്യക്തിത്വത്തെക്കുറിച്ച് വളരെ ആഴമേറിയ അവബോധം നമുക്ക് ലഭിക്കണം. ആ അവബോധത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ഈ പിതാവായ ദൈവമേ ക്രിസ്തുവിന്റെ വ്യക്തിത്വത്തിലേക്ക് എന്നെ വളർത്തണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മളുടെ കുറവുകളെ കുറിച്ച് ആഴമേറിയ അവബോധം നമുക്കുണ്ടാകുകയും ആ കുറവുകൾ നമ്മൾ നീക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കാനും തുടങ്ങും. അങ്ങനെ ദൈവത്തിന്റെ കൃപയാൽ അത്ഭുതകരമായി നമ്മളിൽ വലിയ മാറ്റം ഉണ്ടാകും, നമുക്ക് തിരിച്ചറിയാനും പറ്റും. അടുത്ത വചനം നമുക്ക് വായിക്കാം. മർക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായത്തിലുള്ള വാക്യങ്ങളാണ്, 20 മുതലുള്ള വാക്യങ്ങളാണ്. ഒരുവന്റെ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്ന കാര്യങ്ങളാണ് അവനെ അശുദ്ധവനാക്കുന്നത്. എന്തെന്നാൽ ഉള്ളിൽ നിന്നാണ്, മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്നാണ് ദുഷ്ചിന്ത, പരസംഗം, മോഷണം, കൊലപാതകം, വ്യഭിചാരം, ദുരാഗ്രഹം, ദുഷ്ടത, വഞ്ചന, ഭോഗാസക്തി, അസൂയ, ദൂഷണം, അഹങ്കാരം, മൂഢത എന്നിവ പുറപ്പെടുന്നത്. ഈ തിന്മകളെല്ലാം ഉള്ളിൽ നിന്ന് വരുന്നു. ഇവ മനുഷ്യനെ അശുദ്ധനാക്കുകയും ചെയ്യുന്നു. നമ്മളിലെ പഴയ മനുഷ്യനിൽ നിന്നാണ് നമ്മളിപ്പോൾ വായിച്ചു കേട്ട തിന്മകളെല്ലാം വരുന്നത്. നമ്മളിൽ അഹങ്കാരം ഉണ്ടെങ്കിൽ, നമ്മളിൽ വ്യഭിചാര ആസക്തി നമ്മളിൽ ഉണ്ടെങ്കിൽ, മോഷണം സ്വഭാവം നമുക്കുണ്ടെങ്കിൽ, പല രീതിയിലാണ് നമ്മൾ ആരുടെയെങ്കിലും എന്തെങ്കിലും പൈസയോ സാധനങ്ങളോ കട്ടെടുക്കുന്നതല്ല, ആശയങ്ങൾ നമുക്ക് കട്ടെടുക്കാം. മറ്റുള്ളവർക്ക് അർഹിക്കുന്ന അംഗീകാരം നൽകാതെ അവർക്ക് കൊടുക്കേണ്ട അംഗീകാരം നമ്മൾ സ്വയം സ്വീകരിക്കുന്നത് മോഷണമാകാം. ഇതിൽ ഓരോ സംഭവങ്ങളെക്കുറിച്ചും വചനത്തിൽ വ്യക്തമായി
പറയുന്നുണ്ട്. ഇപ്പം വ്യഭിചാരത്തെ കുറിച്ചാണെങ്കിൽ ഈശോ പറയുന്നത്, ഈശോ വ്യഭിചാരം എന്ന വാക്കിന് ഈശോ ഇന്റർപ്രിറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഈശോ നമുക്ക് തരുന്ന ജ്ഞാനം, തെറ്റായ കണ്ണുകളോടുകൂടി ഒരു സ്ത്രീയെ നോൽക്കുന്നത് പോലും വ്യഭിചാരമാണെന്നാണ്. ദുരാഹൃതത്തെക്കുറിച്ച്, ദുഷ്ടതയെക്കുറിച്ച്, വഞ്ചന, കൊലപാതകത്തെക്കുറിച്ച് ഈശോ പറയുന്നു, സഹോദരനെ വെറുക്കുന്നവൻ കൊലപാതകയാണ്. ഇപ്പൊ ഈശോയുടെ ആഴമേറിയ ജ്ഞാനത്തിലേക്ക് നമ്മൾ വളരുമ്പോൾ ഈ ഓരോ വാക്കിനും ആഴമേറിയ മാനമുണ്ടാവും. ഒരു സാധാരണ ക്രിസ്ത്യാനി എന്ന നിലയിൽ, അല്ലെങ്കിൽ ജ്ഞാനമില്ലാത്ത ഒരു വ്യക്തി കൊലപാതകം എന്നതിന് ഉദ്ദേശിക്കുന്ന ഒരാളുടെ ഭൗതികമായി ഒരാളുടെ ജീവൻ എടുക്കുന്നതാണ്. എന്നാൽ ആധ്യാത്മികമായി ദൈവിക ജ്ഞാനത്തിൽ ഒരു വ്യക്തി വളരുമ്പോൾ, യേശുവിൻ്റെ ജ്ഞാനത്തിലേക്ക് കൂടുതൽ ആഴത്തിൽ വളരുമ്പോൾ, വെറുക്കുക എന്നത് പോലും കൊലപാതകമാണെന്ന അവബോധത്തിലേക്ക് വരികയും കർത്താവായ ദൈവമേ ഈ പാപത്തിൽ നിന്ന് മോചിപ്പിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവൻ്റെ ആ പ്രാർത്ഥനയുടെ അർത്ഥത്തിന് ആഴമേറിയ മാനങ്ങൾ ഉണ്ടാകുകയും അതനുസരിച്ച് തന്നെ ദൈവപിതാവ് അവന് കൃപ നൽകുകയും ചെയ്യും. നമ്മളുടെ ആധ്യാത്മിക യാത്രയിൽ നമ്മൾ ഈ രണ്ട് കാര്യങ്ങളാണ്, എന്താണ് ക്രിസ്തുവിൻ്റെ വ്യക്തിത്വം എന്ന് മനസ്സിലാക്കുകയും എന്താണ് ക്രിസ്തുവിൻ്റെ വ്യക്തിത്വത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയും വിരുദ്ധമായ കാര്യങ്ങളെ ഒഴിവാക്കാൻ ശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ക്രിസ്തുവിൻ്റെ വ്യക്തിത്വത്തിലേക്ക് നമ്മൾ മനസ്സിലാക്കിയ ക്രിസ്തുവിൻ്റെ വ്യക്തിത്വത്തിലേക്ക് നമ്മളുടെ വ്യക്തിത്വത്തെ മാറ്റാൻ ശ്രമിക്കുകയും ചെയ്യുക എന്നതാണ്. ഇതിന് സഹായകമായ ജ്ഞാനമാണ് ദൈവിക ജ്ഞാനം. നമുക്കിനി അടുത്ത വചനഭാഗം വായിക്കാം. എഫെസോസുകാർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 14 മുതലുള്ള വാക്യങ്ങളാണ്. അതിൻ്റെ ഹെഡിങ് തന്നെ POC ബൈബിളിൽ ക്രിസ്തുവിൻ്റെ സ്നേഹം എന്നാണ്. ഇക്കാരണത്താൽ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ പുതുത്വങ്ങൾക്കും നാമകാരണമായ പിതാവിൻ്റെ മുന്നിൽ ഞാൻ മുട്ടുകൾ മടക്കുന്നു. എല്ലാത്തിൻ്റെയും ഉടമയായ, എല്ലാത്തിനും അവകാശിയായ, എല്ലാത്തിൻ്റെ സൃഷ്ടാവായ പിതാവിൻ്റെ മുന്നിൽ മുട്ടുമടക്കുന്നു എന്നാണ് പൗലോസ് നമ്മളോട് പറയുന്നത്. അവിടുത്തെ മഹത്വത്തിന്റെ സമ്പന്നതയ്ക്ക് യോജിച്ച വിധം അവിടുന്ന് തന്റെ ആത്മാവിലൂടെ നിങ്ങളുടെ ആന്തരിക മനുഷ്യനെ ശക്തിപ്പെടുത്തുന്നു. എഫെസോസുകാരുടെ ലേഖനത്തിൽ വളരെ വ്യക്തമായി പറയുകയാണ്, ഈ ആന്തരിക മനുഷ്യനെ, അല്ലെങ്കിൽ നമ്മൾ പഴയ മനുഷ്യനെ ഒഴിഞ്ഞു മാറ്റി പുതിയ മനുഷ്യനെ ധരിക്കുമ്പോൾ ഈ പുതിയ മനുഷ്യനെ ശക്തിപ്പെടുത്തുന്നത് പരിശുദ്ധാത്മാവിലൂടെ ദൈവപിതാവ് തന്നെയാണ് എന്നാണ്. അപ്പം നമ്മളുടെ പ്രവൃത്തികൾ കൊണ്ടല്ല, ദൈവ തിരുവേഷം അനുസരിച്ച് പരിശുദ്ധാത്മാവിനാൽ നമ്മൾ നിറയപ്പെടുമ്പോഴാണ് നമ്മൾ ആന്തരികമായി ക്രിസ്തുവിൻ്റെ വ്യക്തിത്വത്തിലേക്ക് വളരുന്നത്, അല്ലെങ്കിൽ പുതിയ മനുഷ്യനെ, അല്ലെങ്കിൽ ഈ വചനഭാഗത്ത് പറയുന്ന ആന്തരിക മനുഷ്യനെ നമ്മൾ വളർത്തുന്നത്, ശക്തിപ്പെടുത്തുന്നത്. പിതാവായ ദൈവം പരിശുദ്ധാത്മാവിലൂടെയാണ് ഈ പ്രവൃത്തി ചെയ്യുന്നത് എന്നാണ് ഈ വചനത്തിലൂടെ ബോധ്യം തരുന്നത്. വിശ്വാസം വഴി ക്രിസ്തു നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരുപാകി അടിയുറയ്ക്കണമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിനാൽ ശക്തിപ്പെടുമ്പോൾ ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ ജീവിക്കുന്നു, അല്ലെങ്കിൽ ക്രിസ്തുവായി നമ്മൾ മാറുന്നു. ക്രിസ്തുവിൻ്റെ വ്യക്തിത്വമായി നമ്മൾ മാറുകയും കൂടുതൽ ആഴമേറി ക്രിസ്തുവിൽ നിറഞ്ഞതുപോലെയുള്ള പിതാവിലുള്ള വിശ്വാസം നമ്മളിലേക്ക് ഉണ്ടാകുകയും വിശ്വാസം നമ്മൾ വളരുകയും ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ അടിയുറയ്ക്കുകയും ചെയ്യും. ഇത് സംഭവിക്കുന്നത് പരിശുദ്ധാത്മാവിനാൽ വിശ്വാസത്തോടെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പിതാവായ ദൈവം പരിശുദ്ധാത്മാവിനെ നമ്മളെ അയച്ച് നമ്മുടെ ആന്തരിക മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുമ്പോഴാണ് ഈ പറയുന്ന പ്രക്രിയകളെല്ലാം സംഭവിക്കുന്നത്. എല്ലാ വിശുദ്ധരോടുമൊപ്പം ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ നീളവും വീതിയും ഉയരവും ആഴവും ഗ്രഹിക്കുവാൻ നിങ്ങൾക്ക് ശക്തി ലഭിക്കട്ടെ. ഇവിടെ സ്നേഹത്തെക്കുറിച്ച് തന്നെ പൗലോസ് വേറൊരു രീതിയിൽ പറയുകയാണ്, എല്ലാ വിശുദ്ധരോടുമൊപ്പം. വിശുദ്ധരെന്ന് വിളിക്കപ്പെടുന്ന എല്ലാ വ്യക്തികൾക്കും ക്രിസ്തുവിന്റെ സ്നേഹം, അല്ലെങ്കിൽ സ്നേഹം തന്നെയായ ക്രിസ്തുവിനെ ആഴത്തിൽ അറിയാം എന്നാണ് ഈ വചനഭാവത്തിലൂടെ പറയുന്നത്. ദൈവിക ജ്ഞാനം എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ ആഴത്തിൽ മനസ്സിലാക്കുക, ക്രിസ്തുവിനെ ആഴത്തിൽ ഗ്രഹിക്കുക, ക്രിസ്തു എന്താണ് ഉദ്ദേശിക്കുന്നത്, ക്രിസ്തുവിന്റെ പ്രവർത്തികളെ തിരിച്ചറിയുക, ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ നീളവും വീതിയും ഉയരവും ആഴവും ഗ്രഹിക്കുക എന്നതാണ്. എന്ന് പറഞ്ഞാൽ ക്രിസ്തുവാകുന്ന വ്യക്തിത്വത്തെ ആഴത്തിൽ തിരിച്ചറിയുക എന്നത് തന്നെയാണ്. നമ്മുടെ ജീവിതത്തിൽ ഓരോ നിമിഷങ്ങളിലും ഇന്ന കാര്യത്തിന് ക്രിസ്തുവാണ് എൻ്റെ സ്ഥാനത്ത് നിൽക്കുന്നതെങ്കിൽ എന്തായിരിക്കും ഈശോ പ്രവർത്തിക്കുന്നത് എന്ന് എനിക്ക് തിരിച്ചറിയാൻ കഴിയുക, അല്ലെങ്കിൽ ക്രിസ്തുവിനെ ഞാൻ ആഴത്തിൽ മനസ്സിലാക്കി ക്രിസ്തുവിൻ്റെ മനസ്സായി എൻ്റെ മനസ്സ് മാറുമ്പോൾ ഓരോ നിമിഷവും ക്രിസ്തുവാണ് എൻ്റെ സ്ഥാനത്തെങ്കിൽ എന്താണോ പ്രവർത്തിക്കുക അത് ഞാൻ പ്രവർത്തിക്കാൻ തുടങ്ങും. ഈ
പ്രവർത്തി, ഈ ഒരു അവസ്ഥയിലേക്ക് ഞാൻ വളരണമെങ്കിൽ ക്രിസ്തുവിൽ നിറഞ്ഞതുപോലെ ആഴമേറിയ ദൈവിക ജ്ഞാനം നമ്മളിൽ നിറയണം. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, എന്നെ കാണുന്നവൻ എൻ്റെ പിതാവിനെ കാണുന്നു. അപ്പൊ ഈശോ പിതാവിനെ കണ്ടത് പിതാവായ ദൈവത്തിന്റെ ആഴമേറിയ ദൈവിക ജ്ഞാനം തന്നെയായ ഈശോയിൽ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ പിതാവായ ദൈവത്തിന്റെ ജ്ഞാനം തന്നെയാണ് ഈശോ. ഈ ഈശോയെ നമ്മൾ ആഴത്തിൽ സ്വീകരിക്കുമ്പോഴാണ് നമ്മൾ ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ, പിതാവായ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ആഴവും എല്ലാം നമ്മൾ തിരിച്ചറിയാൻ തുടങ്ങുക. ഈശോ പറയുന്നുണ്ട്, എൻ്റെ പിതാവ് പറയാത്തതായി ഒന്നും ഞാൻ പ്രവർത്തിക്കുന്നില്ല, ഒന്നും ഞാൻ പറയുന്നില്ല, എല്ലാം പിതാവിൽ നിന്ന് വരുന്നുവെന്ന്. അപ്പൊ നമ്മുടെ ജീവിതത്തിലും പരിപൂർണമായി ദൈവ തിരുവേഷം നിറവേറ്റുന്ന, നമ്മൾ പ്രവർത്തിക്കുന്നതും ചിന്തിക്കുന്നതും സംസാരിക്കുന്നതുമായ എല്ലാ കാര്യങ്ങളും ദൈവ തിരുവേഷം അനുസരിച്ച് ആ ക്രിസ്തുവിനെ നമ്മൾ സ്വീകരിക്കുമ്പോൾ, ക്രിസ്തുവിന്റെ സ്നേഹത്തെ ആഴത്തിൽ നമ്മൾ മനസ്സിലാക്കുമ്പോൾ, അല്ലെങ്കിൽ പരിപൂർണമായി മനസ്സിലാക്കുമ്പോൾ നമ്മൾ ആയിത്തീരുകയും ക്രിസ്തുവിനെ പോലെ തന്നെ ആയിത്തീരുകയും ചെയ്യുമെന്നാണ് ഈ വചനഭാഗം നമ്മളെ പഠിപ്പിക്കുന്നത്. അറിവിനെ അതിശയിപ്പിക്കുന്ന ക്രിസ്തുവിന്റെ സ്നേഹം നിങ്ങൾ ഗ്രഹിക്കാനും അതുവഴി ദൈവത്തിന്റെ സമ്മൂർദ്ധയാൽ നിങ്ങൾ പൂരിതരാകാനും ഇടയാകട്ടെ. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും നമ്മളുടെ ബുദ്ധിയിൽ നിറയുന്നതല്ല. അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധിയിൽ ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ വായിക്കുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ വചനം പങ്കുവെക്കുമ്പോൾ ഗ്രഹിക്കുന്നതിനപ്പുറത്താണ് ആഴമേറിയ ദൈവിക ജ്ഞാനം. വലിയ ആഴമേറിയ മിസ്റ്റിക്കൽ അനുഭവത്തിലേക്ക്, നമുക്ക് മിസ്റ്റിക്കൽ അനുഭവം എന്ന് തന്നെ അതിനെ വിളിക്കാൻ കഴിയൂ. കാരണം മനുഷ്യ ബുദ്ധി കൊണ്ട് ഗ്രഹിക്കാൻ കഴിയുന്നതല്ല, അതിസ്വാഭാവികമായ ദൈവിക ജ്ഞാനത്തിന്റെ പ്രകാശം നമ്മൾക്ക് ഉണ്ടാകുമ്പോൾ മാത്രമേ ഈ പറയുന്ന ക്രിസ്തുവിന്റെ വ്യക്തിത്വത്തിലേക്ക് സമഗ്രമായ രീതിയിൽ മാറാൻ കഴിയൂ. പക്ഷേ ബുദ്ധിയിൽ നമ്മളെ കൊണ്ടാകുന്ന രീതിയിൽ നമ്മൾക്ക് ഒരു 10 ലക്ഷം കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു 10,000 കിലോമീറ്റർ നമ്മൾ യാത്ര ചെയ്യേണ്ടവരാണ്. ദൈവം നമ്മളെ ആ 10,000 കിലോമീറ്ററും തൻ്റെ കഴിവുകൊണ്ട് കൊണ്ടുപോകും. എങ്കിലും നമുക്ക് ഒരു 20 മീറ്റർ നടക്കാനുള്ള ശക്തി ദൈവം തന്നിട്ടുണ്ടെങ്കിൽ, ഹൃദയപരമാർത്ഥമുള്ള വ്യക്തിയാണ് ഞാനെങ്കിൽ എന്നെ കൊണ്ട് സാധിക്കുന്ന 20 മീറ്റർ ഞാൻ നടക്കാൻ ശ്രമിക്കും. ബാക്കി വരുന്ന 10,000 കിലോമീറ്റർ ദൈവം എന്നെ എടുത്തുകൊണ്ട് പോയിക്കോളും ദൈവത്തിലേക്കുള്ള യാത്രയിൽ. അപ്പം നമ്മളെ കൊണ്ട് കഴിയുന്നത് നമ്മൾ ചെയ്യണം. അതുകൊണ്ട് തന്നെ ദൈവിക ജ്ഞാനം നമ്മൾ ബുദ്ധിയിൽ ഗ്രഹിക്കാൻ ശ്രമിക്കണം. അതിനേക്കാൾ ഉപരി നമ്മളുടെ ബുദ്ധിയെ അതിലംഘിക്കുന്ന രീതിയിൽ ഒരിക്കലും ദൈവത്തിന് നമ്മളിൽ പ്രവർത്തിക്കാനാവില്ല. ദൈവം നമുക്ക് തന്ന സ്വാതന്ത്ര്യമാണ് നമ്മളുടെ ബുദ്ധിയും മനസ്സിനെയും അതിലംഘിക്കുന്ന രീതിയിൽ ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങി നമ്മൾ ഒരു റോബോട്ടായി തീരും. മനുഷ്യൻ വ്യക്തിത്വം നമുക്ക് നഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെ ബുദ്ധിയുടെ സമ്പൂർണമായ സമർപ്പണം ദൈവിക ജ്ഞാനത്തിൽ വളരാൻ നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ഏതൊക്കെ മേഖലയിലാണ് എനിക്ക് സമർപ്പണം ഉണ്ടാകേണ്ടത് എന്ന് ഞാൻ ബുദ്ധിയിൽ തന്നെയാണ് മനസ്സിലാകുന്നത്. ഈ ബുദ്ധിയിൽ ഞാൻ മനസ്സിലാക്കി, പിതാവ് ഇന്ന മേഖലകളിൽ എൻ്റെ ബുദ്ധി വളരെ പരിമിതമാണ്, ഈ മേഖലയിൽ നിന്റെ ദൈവിക ജ്ഞാനത്താൽ എന്നെ പ്രകാശിപ്പിക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴാണ് നമ്മൾ ആഴമേറിയ മിസ്റ്റിക്കൽ അനുഭവ ദൈവിക ജ്ഞാനത്തിലേക്ക് നമ്മൾ വളരുന്നത്. ഇവിടെ ബുദ്ധിപരമായ വിവേകത്തോടു കൂടിയ ഒരു സമർപ്പണമാണ് ഈശോ ദൈവിക ജ്ഞാനത്തിൽ നമ്മളെ വളർത്താൻ ആഗ്രഹിക്കുന്നത്. പലപ്പോഴും നമ്മൾ സമർപ്പിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ പോലും യഥാർത്ഥത്തിൽ സൂക്ഷ്മമായ തലങ്ങളിൽ അനേകം മേഖലകളിൽ നമുക്ക് ഇനിയും സമർപ്പിക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ ഇനിയും ഈശോയ്ക്ക് വിട്ടുകൊടുക്കേണ്ടതുണ്ട്. ഇനിയും വിധിയുടെ മേഖലയിൽ നമ്മുടെ തെറ്റായ വിധികളെ നമ്മൾ നീക്കേണ്ടതുണ്ട്. വെറുപ്പിന്റെ മേഖലയിൽ നമ്മൾ മാറ്റം വരുത്തേണ്ടതുണ്ട്. ഇതിനെല്ലാം നമുക്ക് ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ, ദൈവിക ജ്ഞാനത്തിൽ ബുദ്ധിപരമായി വളരാൻ ശ്രമിക്കുക. ആ ബുദ്ധിപരമായി നമ്മൾ തിരിച്ചറിയുന്ന മേഖലയിൽ ദൈവത്തോട് ആന്തരികമായി, ദൈവമേ എന്നെ ദൈവിക ജ്ഞാനത്തിന്റെ പൂർണ്ണതയിലേക്ക് വളർത്തണമേ എന്ന് യാചനയോടെ എളിമയോടുകൂടി പ്രാർത്ഥിക്കുക എന്നത് മാത്രമാണ്. അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മളിൽ അതിസ്വാഭാവികമായ തൻ്റെ ദാനമായ ദൈവിക ജ്ഞാനം വർഷിക്കുകയും മിസ്റ്റിക്കലായി തന്നെ അതിസ്വാഭാവികമായി തന്നെ ആഴമേറിയ ദൈവാനുഭവമുള്ള ദൈവിക ജ്ഞാനത്താൽ നിറഞ്ഞ വ്യക്തികളായി നമ്മൾ മാറുകയും ചെയ്യും. അതുകൊണ്ടാണ് ഈ വചനഭാഗം അറിവിനെ അതിശയിപ്പിക്കുന്ന, നമ്മുടെ ബുദ്ധിയുടെ എല്ലാ തലങ്ങളെയും അതിശയിപ്പിക്കുന്ന സ്നേഹം നിങ്ങൾ ഗ്രഹിക്കുവാൻ, അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധിയുടെ എല്ലാ തലങ്ങളെയും അതിശയിപ്പിക്കുന്ന ദൈവസ്നേഹം നമ്മൾ ഗ്രഹിക്കുവാൻ, അതുവഴി ദൈവത്തിന്റെ സമ്പൂർണ്ണതയാൽ നിങ്ങൾ പൂരിതനാകാൻ ഇടയാകട്ടെ. ആ ദൈവസ്നേഹം നമുക്ക് ലഭിക്കുമ്പോൾ, നമ്മളുടെ എല്ലാ അറിവിനെ അതിശയിപ്പിക്കുന്ന ആഴമേറിയ ദൈവസ്നേഹം നമുക്ക് ലഭിക്കുമ്പോഴാണ് നമ്മൾ ദൈവസ്നേഹാനുഭവത്തിൽ സമ്പൂർണ്ണരായി തീരുന്നത്. അല്ലെങ്കിൽ ലൈഫ് ഇൻ ലവ് ഓഫ് ഗോഡ് ഫെലോഷിപ്പിലൂടെ ലക്ഷ്യം വെക്കുന്ന ആ പൂർണ്ണമായ പുത്ര ബന്ധത്തിലേക്ക് നമ്മൾ കടന്നു വരിക. ഈ ബന്ധത്തിലേക്ക് നമ്മൾ കടന്നു വരികയും ഇതിൽ നമ്മൾ വളരുകയും ചെയ്യുമ്പോൾ
നമ്മളുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം നമ്മൾ പൂർത്തീകരിക്കും. സമാധാനവും സന്തോഷവും സംതൃപ്തിയും ഉള്ളവരായി നമ്മൾ മാറുകയും ചെയ്യും. ഇതാണ് വചനം നമ്മളെ പഠിപ്പിക്കുന്നത്, സത്യം നമ്മളെ പഠിപ്പിക്കുന്നത്. ആരംഭത്തിൽ തന്നെ ഇത് അനുഭവിക്കുമ്പോൾ തന്നെ ഇത് സത്യമാണെന്ന് നമ്മൾ തിരിച്ചറിയാൻ തുടങ്ങും. നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരാൻ കഴിയുന്ന അവിടുത്തേക്കും സഭയിലും യേശുക്രിസ്തുവിലും തലമുറകളോളം എന്നേക്കും മഹത്വം ഉണ്ടായിരിക്കട്ടെ. ആമേൻ. അപ്പം നമ്മൾ ഈ പറഞ്ഞ ഹൃദയപരമാർത്ഥതയോടുകൂടി നമ്മൾ ചോദിക്കുമ്പോൾ, നമ്മൾ പരിശ്രമിക്കുമ്പോൾ, നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ അധികം ദൈവിക ജ്ഞാനത്തിന്റെ പൂർണ്ണതയിലേക്ക് നമ്മളെ നയിക്കാൻ ദൈവത്തിനാകും എന്നാണ്, അല്ലെങ്കിൽ നയിക്കുന്നവനാണ് ദൈവം എന്നാണ് ഈ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. ഈ നയിക്കാൻ ദൈവം ഉപയോഗിക്കുന്ന നിരവധി മാധ്യമങ്ങളുണ്ട്. അത് സഭയാണ്. ആത്യന്തികമായി ദൈവസ്നേഹ പൂർണ്ണതയിലേക്ക് നമ്മളെ നയിക്കാൻ ദൈവം ഉപയോഗിക്കുന്ന ഒരു ഉപകരണം, അല്ലെങ്കിൽ ദൈവം നമ്മളെ ഉപയോഗിക്കാൻ, നമ്മളെ പഠിപ്പിക്കുന്ന, വഴി നടത്തുന്ന, നമ്മളെ നയിക്കുന്ന മാധ്യമം എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം സഭയെ. സഭയെക്കുറിച്ച് പറയുന്നത് ദൈവജനത്തിൻ്റെ കൂട്ടായ്മ എന്നാണ്. അപ്പോൾ ആ കൂട്ടായ്മയിലൂടെ ഈശോ സ്ഥാപിച്ച അപ്പോസ്തലന്മാരിലും പ്രവാചകരിലൂടെയുമാണ് ദൈവിക ജ്ഞാനത്തെ നമ്മൾ കൂടുതൽ വ്യക്തമായി തിരിച്ചറിയുന്നത്. നമ്മുടെ പരിമിതമായ ബുദ്ധിയിൽ, പാപപങ്കിലമായ ബുദ്ധിയിൽ നമ്മൾ ജ്ഞാനത്തെ തിരിച്ചറിയാൻ തുടങ്ങുമ്പോൾ പലപ്പോഴും നമുക്ക് തെറ്റുകൾ പറ്റാം. ഈ തെറ്റുകളെല്ലാം തിരിച്ചറിഞ്ഞ് ശരിയായ വഴിയിൽ നമ്മളെ നടത്തുന്നത് തിരുസഭയാണ്. തിരുസഭയുടെ ഔദ്യോഗിക പ്രബോധനങ്ങളാണ്. അത് തിരുസഭയുടെ പ്രബോധനങ്ങൾ എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തിയുടെയോ ഒരു വൈദികന്റെയോ ഒരു പിതാവിൻ്റെ ഒന്നുമല്ല, ഒറ്റയ്ക്കുള്ള വ്യക്തികളെ അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. തിരുസഭയുടെ ഔദ്യോഗികമായ പ്രബോധനങ്ങൾ എന്നാണ്. തിരുസഭയുടെ ഔദ്യോഗിക പ്രബോധനങ്ങളെ കുറിച്ച് ദൈവവചനത്തിന്റെ വെളിച്ചത്തിലും ഒക്കെ നമ്മൾ പിന്നീട് ധ്യാനിക്കുന്നതാണ്. തിരുസഭ നിർദ്ദേശിക്കുന്ന വഴികളിലൂടെയാണ് ഈ പൂർണ്ണതയിലേക്ക് നമ്മൾ വളരേണ്ടത്. അപ്പൊ നമുക്ക് വളരെ എളുപ്പമാണ്. ഇല്ലെങ്കിൽ നമ്മളെ തെറ്റുകൾ പിന്നീട് നമ്മൾ തിരിച്ചറിയുകയും ശരിയായ വഴിയിലേക്ക് വരുവാൻ നമുക്ക് ഒത്തിരി കാലതാമസം എടുക്കുകയും ചെയ്യാൻ ഇടയുണ്ട്. സത്യസന്ധമായ ദൈവത്തെ അന്വേഷിക്കുന്ന വ്യക്തികൾക്ക് ഏറ്റവും എളുപ്പമുള്ള മാർഗം സഭയുടെ പ്രബോധനങ്ങളെ അന്ധമായി സ്വീകരിക്കുക എന്നത് തന്നെയാണെന്ന് എൻ്റെ വ്യക്തിപരമായ അനുഭവത്തിൽ ഞാൻ തിരിച്ചറിയുന്നു. വർഷങ്ങളോളം ഒരു സത്യാന്വേഷണം എന്ന നിലയിൽ സഭയെ, സഭാപ്രബോധനങ്ങളെയും സഭയുടെ പഠനങ്ങളെയും ആത്യന്തികമായി സ്വീകരിക്കാതെ സ്വതന്ത്രമായി ദൈവത്തെ അന്വേഷിച്ചിരുന്നെങ്കിലും അവസാനം പരിശുദ്ധാത്മാവ് തന്നെ സഭയാണ് യഥാർത്ഥ സത്യമെന്ന ആഴമേറിയ ജ്ഞാനത്തിലേക്ക് ദൈവം എന്നെ നയിക്കാൻ ഇടയായി. ആ എൻ്റെ ജീവിത സാക്ഷ്യത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരോടും സ്നേഹത്തിൽ എനിക്ക് പറയാൻ കഴിയുക, ഏറ്റവും സുരക്ഷിതമായി സത്യത്തെ ഏറ്റവും എളുപ്പം തിരിച്ചറിയാൻ നമുക്ക് കഴിയുന്ന ഒരേ ഒരു മാർഗം തിരുസഭയോട് ചേർന്ന് ദൈവിക ജ്ഞാനത്തെ മനസ്സിലാക്കുക എന്നതാണ്. 10-20 വർഷത്തെ എൻ്റെ സത്യാന്വേഷണത്തെ കുറിച്ച് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഇപ്പോൾ ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഇന്ന് ഞാൻ എത്തിയിരിക്കുന്ന ആ സഭയോടുള്ള സമർപ്പണത്തെയും സഭാ പ്രബോധനത്തെക്കുറിച്ചുള്ള ആഴമേറിയ അവബോധം 20 വർഷം മുമ്പ് എനിക്ക് ലഭിച്ചിരുന്നെങ്കിൽ ഒത്തിരി വർഷങ്ങളും പരിശ്രമവും ലാഭിക്കാൻ കഴിയുമായിരുന്നുവെന്നും ഒത്തിരിയേറെ ആഴമേറിയ ദൈവാനുഭവത്തിലേക്ക് എനിക്ക് കടന്നു പോകാൻ കഴിയുമായിരുന്നു എന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. എങ്കിലും ദൈവത്തിൻ്റെ പദ്ധതിയാണ്, എല്ലാം ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് ഞാൻ വിട്ടുകൊടുക്കുന്നു. ഈ സഭയോട് ചേർന്ന് അല്ലെങ്കിൽ അവിടത്തേക്ക് സഭയിലും യേശുക്രിസ്തുവിലും തലമുറകളോളം എന്നേക്ക് മഹത്വം ഉണ്ടായിരിക്കണം. അപ്പൊ സഭയിലാണ്, ഇപ്പൊ ദൈവപിതാവിന് സഭ എന്ന് പറഞ്ഞ യേശുക്രിസ്തുവിന്റെ അനുയായികളുടെ കൂട്ടായ്മയായ സഭയിലും മഹത്വം ഉണ്ടായിരിക്കട്ടെ എന്നാണ്. ആത്യന്തികമായി സഭ ദൈവത്തെ തന്നെയാണ് മഹത്വപ്പെടുത്തുന്നത്. അവസാന വചനം നമുക്ക് ധ്യാനിക്കാം. ക്രിസ്തുവിന്റെ ഭവനം ഒന്നാകെ സമന്വയിക്കപ്പെട്ടിരിക്കുന്നു, കർത്താവിൽ പരിശുദ്ധമായ ആലയമായി അത് വളർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധാത്മാവിൽ ദൈവത്തിന്റെ വാസസ്ഥലമായി നിങ്ങളും അവനിൽ പണിയപ്പെട്ടിരിക്കുന്നു. ക്രിസ്തുവിന്റെ ഭവനം ഒന്നാണ്. ക്രിസ്തുവിന്റെ ഭവനം എന്ന് പറഞ്ഞാൽ തിരുസഭ തന്നെയാണ്, നമ്മൾ ഓരോരുത്തരുമാണ്. അപ്പം കർത്താവിന്റെ പരിശുദ്ധമായ ആലയമായി നമ്മൾ വചനത്തിൽ വായിക്കുന്നുണ്ട്. നമ്മളെല്ലാം ദൈവപിതാവിന്റെ പരിശുദ്ധ ത്രിത്വത്തിന്റെ ആലയമാണ്, നമ്മളെല്ലാം ദേവാലയങ്ങളാണ്. അപ്പം നമ്മളിൽ പരിശുദ്ധ ത്രിത്വം വന്ന് വാഴുകയും വസിക്കുകയും ചെയ്യും. അങ്ങനെ നമ്മൾ ദൈവമഹത്വത്തിന്റെ പൂർണ്ണതയിലേക്ക് വളരുമെന്ന് നമ്മൾ വചനഭാഗത്ത് പല സ്ഥലങ്ങളിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. ഈ വചനത്തിൽ കൃത്യമായി എഫെസോസുകാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 21 വാക്യങ്ങൾ ക്രിസ്തുവിന്റെ ഭവനം ഒന്നാകെ സമന്വയപ്പെട്ടിരിക്കും. ക്രിസ്തുവിന്റെ ഐക്യത്തിലേക്ക് ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും, എല്ലാ ക്രിസ്ത്യനും ഒന്നായി തീർന്ന് ഒരു കൂട്ടായ്മയായി ക്രിസ്തുവാകുന്ന ശിരസും സഭയാകുന്ന കൂട്ടായ്മ നമ്മൾ ഒന്നായി ചേർന്ന്
ദൈവസ്നേഹ അനുഭവത്തിൽ വളരുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ രണ്ടാമത്തെ കൽപ്പനയെക്കുറിച്ച് കഴിഞ്ഞ ദിവസം ധ്യാനിച്ചപ്പോൾ കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാത്തവർ കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കുക സാധ്യമല്ല എന്ന് വചനഭാവം ധ്യാനിച്ചു എന്നാണ് ഞാൻ കരുതുന്നത്. ഈ വചനഭാവത്തിന്റെ വെളിച്ചത്തിന് ക്രിസ്തുവിന്റെ വ്യക്തിത്വം നമ്മളിലേക്ക് വരുമ്പോൾ നമ്മൾ ഈ ലോകം മുഴുവനെ സ്നേഹിക്കുകയും എല്ലാവരുമായി ഒന്നായി തീരാൻ ശ്രമിക്കുകയും ചെയ്യും. അങ്ങനെ ഒരു വലിയ കൂട്ടായ്മയായി ദൈവത്തിന്റെ സ്വർഗീയമായ അവസ്ഥയിലേക്ക് നമ്മൾ ഓരോരുത്തരും മാറുകയും നമ്മൾ തന്നെ പരിശുദ്ധ ത്രിത്വത്താൽ നിറഞ്ഞ് പരിശുദ്ധ ത്രിത്വത്തിന്റെ അനുഭവത്തിൽ ദൈവവും നമ്മളുമായി ഒന്നായി തീരുകയും അതോടൊപ്പം നമ്മുടെ സഹോദരങ്ങളുമായി ഒന്നായി തീർന്ന് സമഗ്രമായ ഒരു സ്വർഗീയ അനുഭൂതിയിൽ നിത്യമായി നിലനിൽക്കുന്ന അവസ്ഥയാണ് ദൈവസ്നേഹ അനുഭവം എന്ന് പറയുന്നത്. അപ്പോൾ ക്രിസ്തുവിന്റെ വാസസ്ഥലമായി നമ്മൾ മാറണം. നമ്മളിന്ന് ധ്യാനിച്ച വചനഭാഗങ്ങൾ നിങ്ങൾ വീണ്ടും വീണ്ടും വായിക്കുക, അതിൻ്റെ വെളിച്ചത്തിൽ ധ്യാനിക്കുക, ദൈവത്തോട് പറയുക, പരിശുദ്ധാത്മാവെ വചനത്തെക്കുറിച്ച് അറിവേഴി അവബോധവും വ്യക്തതയും എനിക്ക് തരണമേ എന്ന് നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. ഈ നിമിഷം ഇന്നത്തെ ശുശ്രൂഷ അവസാനിക്കുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, അങ്ങേ പരിശുദ്ധാത്മാവിന്റെ വലിയ സാന്നിധ്യം ഞങ്ങൾ ഓരോരുത്തരും ഒരുക്കണമേ. ആഴമേറിയ ദൈവീക ജ്ഞാനത്തിന്റെ ഉൾക്കാഴ്ച ഞങ്ങൾക്ക് തരണമേ. ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നിലനിൽപ്പിന്റെ വരം നൽകണമേ. ഹൃദയ പരമാർത്ഥതയുള്ളവരായി ഞങ്ങളെ മാറ്റണമേ. കർത്താവായ ദൈവമേ, ഒരു കൃഷിക്കാരൻ വിതച്ചതിനെ കുറിച്ച് വിതക്കാരന്റെ ഭൂമിയിൽ അങ്ങ് പറയുന്നു, നല്ല നിലത്തിൽ വീണ വിത്ത് 60 മേനിയും 30 മേനിയും ഫലം പ്രയോഗിച്ചു. കർത്താവായ ദൈവമേ, ഈ ലോകത്തിൽ ഏത് കൃഷിക്കാരനാണ് വിത്ത് വിതയ്ക്കുന്നതിന് മുമ്പ് നിലമൊരുക്കാത്തത്? നിലത്തെ കളകളെല്ലാം നീക്കി കല്ലും ഒക്കെ നീക്കി നല്ല നിലമായി നിലത്തെ പിതാവായ ദൈവമേ എല്ലാ കൃഷിക്കാരും മാറ്റുന്നു. അതുപോലെ അങ്ങ് ഞങ്ങളാകുന്ന നിലത്തെ നല്ല നിലമായി മാറ്റണമേ. ആ നല്ല നിലത്ത് ഞങ്ങളാകുന്ന നല്ല നിലത്ത് അങ്ങ് വിത്ത് വിതയ്ക്കണമേ. 100 മേനിയും 60 മേനിയും ഫലം പ്രയോഗിക്കണം. അങ്ങ് ഞങ്ങൾ ഉരുവായിരുന്നപ്പോഴേ ഞങ്ങളെക്കുറിച്ച് അങ്ങ് പദ്ധതിയിട്ട ആ പദ്ധതിക്ക് അനുസരിച്ചുള്ള ഫലം പ്രയോഗിക്കുന്ന വ്യക്തിത്വങ്ങളായി ഞങ്ങളെ മാറ്റണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശുവേ, ഞങ്ങളുമായി ആത്മാവിൽ ബന്ധമുള്ള എല്ലാ വ്യക്തികൾക്ക് വേണ്ടി ഞങ്ങൾ ഈ നിമിഷം പ്രാർത്ഥിക്കുന്നു. പ്രത്യേകമായ രോഗികൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളിലെ രോഗാവസ്ഥ ഈശോ ഞങ്ങളുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ, അങ്ങയുടെ പദ്ധതി ഭാഗമാണെങ്കിൽ ഞങ്ങളുടെ രോഗാവസ്ഥയ്ക്ക് പൂർണ്ണമായി സൗഖ്യം നൽകണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കടബാധ്യതകളെ ഈശോയെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ആദ്യം എൻ്റെ വഴിയും നീതിയും അന്വേഷിക്കുക, ബാക്കിയെല്ലാം നിന്നോട് കൂടിയിട്ട് ചേർക്കപ്പെടുമെന്ന് പറഞ്ഞ ഈശോയെ, സ്വർഗ്ഗസ്ഥനായ പിതാവേ, പരിശുദ്ധാത്മാവേ, ദൈവസ്നേഹ പൂർണ്ണതയിലേക്ക് വളരാൻ ആഗ്രഹിക്കുന്ന ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളെയും അങ്ങ് കണക്കിലെടുക്കുമെന്ന് ഞങ്ങൾ അറിയുന്നു. അതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ നന്ദി, പരിപൂർണമായി അങ്ങ് മഹത്വപ്പെട്ടിട്ട് കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിരന്തരമായി അങ്ങേ സ്തുതിച്ചുകൊണ്ട് അങ്ങയോട് കൃതജ്ഞ അർപ്പിച്ചുകൊണ്ട് ജീവിക്കുവാനുള്ള വലിയ കൃപ ഞങ്ങൾക്ക് തരണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാണമേ. അങ്ങ് രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാണമേ. അന്നിന് വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങൾ തെറ്റി ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങൾ ഉൾപ്പെടുത്തരുതേ, തിന്മയും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്തുതി. കർത്താവ് അമ്മയോട് കൂടെ സ്ത്രീകൾ അമ്മ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. നമ്മുടെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. കർത്താവായ ദൈവമേ, സകല മഹത്വവും അങ്ങേയ്ക്കായിരിക്കട്ടെ. ഞങ്ങളുടെ ജീവിതത്തിലൂടെ എല്ലാ കാര്യങ്ങളിലും അങ്ങ് മഹത്വപ്പെടട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ മിഖായേലേ സ്തുതി. തിരുസഭയുടെ ലോകം മുഴുവൻ്റെ സംരക്ഷകനായി ഈശോനാഥൻ അങ്ങനെയാണല്ലോ നിയോഗിച്ചിരിക്കുന്നത്. സ്വർഗീയ സൈന്യങ്ങളുടെ സൈനാധിപനായ വിശുദ്ധ മിഖായേലേ, ഞങ്ങളെ ഈ ലോകം മുഴുവനെയും അന്ധകാര ശക്തികളുടെ പ്രലോഭനങ്ങളിൽ നിന്നും ആക്രമണവും സംരക്ഷിക്കണമെന്ന് വിശുദ്ധ മിഖായേലേ സ്തുതി. സകല വിശുദ്ധരെ സ്തുതി. സകല മാലാഖമാരെ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. സകല വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണം. പ്രൈസ് ദി ലോർഡ്.